മദ്യത്തിന്റെ ലഹരിയിൽ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മാതാവിനെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നു. അവന്റെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെ അവന്റെ സ്വന്തം ഭാര്യ അവനെ വിട്ടുപോകേണ്ടി വന്നു. പിന്നെ ആ വീട്ടിലുള്ളത് ആ മാതാവ് മാത്രമായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ട ഈ മകൻ എന്നും ഈ മാതാവിനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പാവം ഉമ്മ ഒരുപാട് വേദനകൾ സഹിച്ചു. പക്ഷേ സ്വന്തം മകനാണ്, ആരോട് പരാതി പറയാനാണ്, ആരോട് പരിഭവം പറയാനാണ്. ഒരുപാട് സഹിച്ചു, ക്ഷമിച്ചു. ആ ഉമ്മ മകന്റെ കൂടെ കഴിഞ്ഞു. അവന്റെ ഉപദ്രവത്തിന് ഒരു കുറവുമില്ല. ദിവസം കൂടുന്തോറും അവന്റെ മസ്തിഷ്കം മരവിച്ച് അവൻ ദിവസവും ആ മാതാവിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു ദിവസം അവൻ വലിയ ഒരു അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെട്ട അവന്റെ 2 കൈകാലുകൾ നഷ്ടപ്പെടുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്ന അവനക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ അവൻ കാണുന്നത് അവൻ അത്രയും കാലം ഉപദ്രവിച്ച അവന്റെ മാതാവ് അവന്റെ അരികിൽ നിന്ന് ഒരു ചൂടുവെള്ളത്തിൽ മുക്കിയ തുണിയും കൊണ്ട് അവന്റെ രഹസ്യ ഭാഗങ്ങളിലെ ചെളികൾ നീക്കം ചെയ്യുന്ന ഒരു രൂപമാണ് അവൻ കാണാനിടയായത്. ഒന്ന് ആർത്ത് അട്ടഹസിച്ച് കരയണമെന്ന് അവന്റെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമുണ്ട്. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. തല ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ച് അവൻ സങ്കടങ്ങൾ അടക്കി പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അതിൽ ഈ ഉമ്മ അവനോട് പറയുന്നു, പൊന്നുമോനെ, നീ എന്തിനാണ് വിഷമിക്കുന്നത്? നിന്നെ ഞാൻ പ്രസവിച്ച സമയത്ത് നിന്റെ കൈകാലുകൾക്ക് എന്നെ ആക്രമിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കി, നിനക്ക് ഭക്ഷണം തന്നു, നിനക്ക് അമ്മിഞ്ഞ പാല് തന്നു, നിന്നെ കുളിപ്പിച്ചു തന്നു, നിന്നെ ഞാൻ ഒരുപാട് നോക്കിയില്ലേ? ഇന്നും അതേ മകനാണ് എനിക്ക് നീ. നിന്റെ കൈകൾക്ക് പകരം നിനക്ക് ഞാൻ എൻ്റെ കൈകളെ തരാം മോനെ, നിന്റെ കാലുകൾക്ക് പകരം ഞാൻ എൻ്റെ കാലുകളെ തരാം. ഇത് കേട്ടതോടുകൂടി ആ മകൻ അവിടെ നിന്നും ആർത്തട്ടഹസിച്ച് കരയാൻ തുടങ്ങി. ഒരു നിമിഷം അവൻ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, ഇത്രയും കാലം ഞാൻ ഉപദ്രവിച്ച എൻ്റെ മാതാവ് മാത്രമാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. വെറുതെയല്ല പടച്ച റബ്ബ് മാതാവിൻ്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞത്.